ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണ്. രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിയുന്ന പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും റായ്ബറേലിയിലും പ്രിയങ്കയുടെ പേര് ഉയർന്നു കേട്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു അന്ന് പ്രിയങ്ക ഗാന്ധി. 2004 പൊതുതെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ പടി ചവിട്ടിയത്. അന്ന് അമ്മ സോണിയാഗാന്ധിക്കായി റായ്ബറേലിയിൽ പ്രചാരണത്തിനിറങ്ങി. സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജർ എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി അറിയപ്പെട്ടത്. 2019 മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രിയങ്ക ഗാന്ധി സജീവമായി. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിനൊടുവിൽ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി ഉത്തർപ്രദേശിന്റെ ചുമതലയേൽപ്പിച്ചു. ഭർത്താവ് റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി അകലം പാലിച്ചു. UP-യിൽ പ്രിയങ്കയുടെ അധ്വാനത്തിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം നേരിട്ടപ്പോഴും പ്രിയങ്ക ഗാന്ധി ഇതിലൊരു മണ്ഡലം തിരഞ്ഞെടുക്കുമോ എന്നായിരുന്നു ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയത്. അമ്മയുടെ പിന്തുടർച്ചക്കാരിയായി മകൾ പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിക്കുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പോലും അഭിപ്രായപ്പെട്ടത്. എന്നാൽ മത്സരരംഗത്തില്ലെന്ന് പ്രിയങ്ക തന്നെ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ച് റായ്ബറേലി നിലനിർത്തിയതോടെയാണ് പ്രിയങ്ക ഗാന്ധി കന്നിപ്പോരാട്ടത്തിനിറങ്ങുന്നത്. ഉത്തർപ്രദേശിന്റെ വേരോട്ടം മനസ്സിലാക്കിയ പ്രിയങ്കയ്ക്ക് ആദ്യമായി മത്സരിക്കാൻ കാത്തുവെച്ചത് വയനാട്. ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ പാർലമെന്റിൽ വേണ്ടെന്ന സോണിയാഗാന്ധിയുടെ അഭിപ്രായം നിലനിൽക്കുമ്പോഴും പ്രവർത്തകരുടെയും മുതിർന്ന നേതാക്കളുടെയും പൊതുവികാരം ഉൾക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്കെത്തുന്നത്. 24 ഡൽഹി.